എൻ്റെ പേര് ലിൻസി അനീഷ്. ഞാൻ കോട്ടയം കോന്നല്ലൂർ ഗർവാസിസ് ആൻഡ് പ്രോത്തസിസ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപാനം എന്ന് വെച്ചാൽ ഭയങ്കര മദ്യപാനം, പിന്നെ കുറേ കൂട്ടുകെട്ട്. ഇദ്ദേഹം ആളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ എത്ര നല്ല മനുഷ്യനാണേലും ഒരു മദ്യപാനം മൂലം ഒരു വീട്ടിലുണ്ടാകുന്ന അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പുള്ളി രാവിലെ 5 മണിയാകുമ്പോൾ അല്ലെ 4:30 ആകുമ്പോൾ എഴുന്നേച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കും. എന്നിട്ട് കൂട്ടുകാരെ എല്ലാം വിളിക്കും, നീ എവിടെയാടാ ഞാൻ റെഡിയായെന്ന് പറഞ്ഞ് പുള്ളി തന്നെയാണ് കൂട്ടുകാർക്ക് ചിലവും കാര്യങ്ങളും എല്ലാം നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഭയങ്കര മദ്യപാനം. എന്നിട്ടൊരു രാവിലെ പോയാൽ കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിയാകുമ്പം തിരിച്ചു വരും. പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങും. ഈ ഉറങ്ങുന്നതിന് മുമ്പ് പുള്ളി അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഞങ്ങളോടെല്ലാം സ്നേഹം കൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ മദ്യപാനം മൂലം പുള്ളിയുടെ കരളിൻ്റെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലായി. അങ്ങനെ പുള്ളി ഇങ്ങോട്ട് വഴക്കുണ്ടാക്കിയില്ലെങ്കിലും മദ്യപിച്ച് വരുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ വഴക്കുണ്ടാക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിയെ പേടിപ്പിക്കാൻ വേണ്ടി ആയിട്ടാണെങ്കിലും ഞാൻ ഫാനിൻ്റെ ലീഫിൽ പുള്ളിയെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഷോളൊക്കെ കോർത്തിട്ടിട്ടുണ്ട്. പക്ഷേ കുടിച്ചിട്ട് വരുന്ന ഈ പുള്ളിക്ക് വല്ലതും മനസ്സിലാവുമോ ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ്? പുള്ളിക്ക് മനസ്സിലാവത്തില്ല. പിന്നെ പുള്ളിയോട് പറഞ്ഞാൽ ഇതോട്ട് ഓർമ്മയുമില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ നാത്തൂന് ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഞങ്ങളുടെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അവളോട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൃപാസനം എന്നൊരു വാക്ക് പണ്ടെങ്ങോ എവിടെയെങ്ങോ കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ കൃപാസനം എന്താണെന്നോ ഏതാണെന്നോ ഒരു മനുഷ്യർ പോലും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞനുസരിച്ച് കൃപാസനത്തെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്ത ഞാനും ഗൂഗിളിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ സെർച്ച് ചെയ്ത് ഇട്ടു. ആ ഒരാഴ്ച ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അനീഷിന് ഒത്തിരിയേറെ മാറ്റം ഉണ്ടായി. പിന്നെ അനീഷ് തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടീ നമുക്ക് കൃപാസനത്തിൽ പോകാം. കൃപാസനത്തിലെ ഉടമ്പടി കാര്യങ്ങൾ എന്നാന്നൊന്നും ഞങ്ങൾ അറിയത്തില്ല. പക്ഷേ ആദ്യ വരവിൽ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടും മദ്യപാനവും എല്ലാം ആ ഒരു ഉടമ്പടിയിലൂടെ തന്നെ ഞങ്ങൾക്ക് മാറിക്കിട്ടി. ഇന്ന് എന്നേക്കാൾ കൂടുതൽ കൃപാസനത്തിലേക്ക് വരാനും മറ്റുള്ളവരെ കൃപാസനത്തെക്കുറിച്ച് പറയാനും എല്ലാം മുന്നിൽ നിൽക്കുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ആലോചിച്ച ഞങ്ങളുടെ 2 കൂട്ടുകാർ അവർ ഭയങ്കര പ്രശ്നത്തിൻ്റെ പേരിൽ ഡിവോഴ്സായി നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ 2 പേരുടെയും കോമൺ ഫ്രണ്ട്സ് ആയത് കാരണം ഞങ്ങൾക്ക് ശരിക്കും വിഷമമായിരുന്നു, ഇവർ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച്. ഞങ്ങളത് നിയോഗത്തിൽ വെച്ചു. അവർ രമ്യതയിലെത്തി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയല്ലോ. കാരണം ഒരാൾ കുവൈറ്റിലും ഒരാൾ നാട്ടിലുമാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് അവരെ ഒരുമിച്ച് താമസിക്കാൻ സാധിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒക്ടോബർ 20 ഈ വർഷത്തെ ജമാൽ റാലിക്ക് മുമ്പ് ഞങ്ങൾക്കൊരു നാഷണൽ പെർമിറ്റ് ഉണ്ടായിരുന്നു. അത് വിറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. ഒക്ടോബർ 24 ഞങ്ങളുടെ വണ്ടി കച്ചവടമായി. പിന്നെ എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഉടമ്പടിയിലൂടെ മാറി. പിന്നെ ഒരു കത്തോലിക്കത്തെയാണ് എന്നതിൽ മാത്രം അഹങ്കരിച്ച്, അല്ലാതെ ഞാൻ പള്ളിയിൽ പോകത്തില്ല. പള്ളിയിൽ പോയ മോണ്ടളം, അതിനപ്പുറത്തേക്ക് എനിക്ക് കുർബാനയില്ലായിരുന്നു. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ലത്തീൻ പള്ളിയുണ്ട്. പക്ഷേ ഞാൻ സീറോ മലബാർ സഭക്കാരിയല്ലേ, അപ്പം ഞാനങ്ങനെ ലത്തീൻ പള്ളിയിൽ പോകും. ആ ഒരു വിചാരത്തോടെ ഞാൻ കയറത്തില്ല. ഇവിടുന്ന് നമ്മുടെ ആ കെട്ടിടത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളായിരുന്നു ലത്തീൻ പള്ളിയിലേക്ക്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ലത്തീൻ പള്ളിയിൽ പോയില്ലെങ്കിലാണ് കുഴപ്പം. എല്ലാ ദിവസവും ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് കൊടുത്ത് ഞാൻ ലത്തീൻ പള്ളിയിൽ പോകും. എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാ ദിവസവും വിശുദ്ധ തൈലം പുരട്ടി ഞാൻ വിടുന്നത്. പിന്നെ അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അടുത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരിയേറെ ദൂരെ പോയി ട്യൂഷനൊക്കെ പോകുമ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ വിടാനൊക്കെ പേടിയാണ്, ഇപ്പോഴത്തെ കാലമല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ട്യൂഷൻ ടീച്ചറിനെ എങ്ങനെയായാലും കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഞാൻ ചോദിച്ചു, മോൻ എവിടെ പോയതാ? അപ്പം പറഞ്ഞു, ആൻറ്റി ഞാൻ ട്യൂഷന് പോയതാ. ഏത് വീട്ടിലാണ് ട്യൂഷന് വന്നത്? അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തുള്ള ഒരു വീട്ടിൽ ആ ആൻറ്റി ഒരു റിട്ടയർഡ് എൻജിനീയറാണ്. ആ ആൻറ്റിയെ ട്യൂഷനായിട്ട് എൻ്റെ കുഞ്ഞിന് കിട്ടി. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, മനുഷ്യൻ്റെ പാദം നിയന്ത്രിക്കുന്നത് കർത്താവാണ്. തൻ്റെ പ്രവർത്തികളിൽ തനിക്കിഷ്ടമുള്ള പ്രവർത്തികളിൽ ചരിക്കുന്നവനെ കർത്താവ് സുസ്ഥിരമാക്കും. അവൻ വീഴും പക്ഷേ കാലിടറില്ല. എന്തെന്നാൽ കർത്താവാണ് അവൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിലൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ടെൻഷൻ്റെ കാലത്തോടെ ഞങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരിയേറെ പൈസ കിട്ടാനുണ്ട്.
ഒരു വ്യക്തിയിൽ നിന്നാണ് പൈസ കിട്ടാറുള്ളത്. പക്ഷേ ഞങ്ങൾ അവനോട് ക്ഷമിച്ചു. അവന് എപ്പോഴെങ്കിലും തരുമ്പോൾ തരട്ടെ എന്നുള്ള വിചാരത്തിൽ അങ്ങനെയൊന്നും ക്ഷമിക്കുകയോ ഒന്നും ചെയ്യുന്ന ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്ന വ്യക്തികളല്ലായിരുന്നു ഞങ്ങൾ. ലക്ഷങ്ങൾ കിട്ടാനുള്ളപ്പോഴും ഞങ്ങൾ ഒരു ടെൻഷനുമില്ല ഞങ്ങൾക്ക്. അവൻ എപ്പോഴേലും തരും. അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ കൃപാസനത്തെ പറ്റി പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ നടത്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ഒരു ബ്രദറിൻ്റെ കുഞ്ഞ് അവൾ പ്രീമച്വർ ബേബിയാണ്. ഇന്നേ വരെ അവളുടെ പേരൻസിൻ്റെ കയ്യിൽ അവളെ കിട്ടിയിട്ടില്ല. അവളെയും പരിശുദ്ധ അമ്മ സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായമൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട്. പത്രങ്ങൾ മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിലെ കാര്യങ്ങളാണ് ഞങ്ങളുടെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് ഷെയർ ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെ ആത്മീയതയിൽ ഒത്തിരിയേറെ വളർന്നു. 9-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. നമ്മളോട് ലിൻസി എന്ന സഹോദരിയും ജീവിത പങ്കാളി അനീഷുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരങ്ങൾ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ദൈവം ഇവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ചെയ്ത വിസ്മയാവഹമായ പ്രവൃത്തികൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരിൽ നിന്നുകൊണ്ട് ഈ കുടുംബം നന്ദി പറയുകയാണ്. ഈ സഹോദരി നമ്മളോട് പറയുന്നുണ്ട്, ജീവിത പങ്കാളിയുടെ ഏറെ നാളത്തെ ദുശീലമായിരുന്ന മദ്യപാനം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടിയെന്നും, അതുപോലെ തന്നെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ഈ കുടുംബത്തിന് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉടമ്പടി വഴിയായിട്ട് ജീവിതത്തിൻ്റെ ആത്മീയ തലത്തിൽ ഒരു പച്ചപ്പുണ്ടാകുവാനായിട്ട്, ഉണങ്ങി നിന്നിരുന്ന പലതും തളിർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ കുടുംബത്തിന് വളരുവാനായിട്ട് സാധിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ മാന്യം സംഭവിക്കുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ജീവിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നതായിട്ട് ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. ഈ കുടുംബവും സാക്ഷ്യം പറയുമ്പോൾ പരിശുദ്ധ ബലിയോടും അതുപോലെ തന്നെ കൂദാശകളോടും ദൈവികമായിട്ടുള്ള ഓരോ കാര്യങ്ങളോടും കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളോടുമൊക്കെ ഒരു അനുഭാവം ഉണ്ടാകുവാനായിട്ട്, സ്നേഹമുണ്ടാകുവാനായിട്ട്, ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇതിനെയൊക്കെ മാറ്റുവാനായിട്ട് ഉടമ്പടി ജീവിതം ഈ കുടുംബത്തെ സഹായിച്ചുവെന്ന് ഈ കുടുംബം നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്താം. ഇരുകരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.